അജിത ടീച്ചർ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഞങ്ങളൊന്നിച്ച് പഠിച്ചതാണ്. കുറേ കാലം കോളേജിലൊക്കെ ഒന്നിച്ച് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ PSC കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ ഫസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാമന്തോൾ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി അവിടെയും ഒന്നിച്ച് വർക്ക് ചെയ്തു. ഇനി അടുത്ത വർഷം ഞങ്ങൾ രണ്ടുപേരുമാണുള്ളത്. ഒരേ പ്രായമാണ് ഞങ്ങൾ. അപ്പോൾ ഞാനും ടീച്ചറും അടുത്ത വർഷം റിട്ടയർ ചെയ്യേണ്ടവരാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് പേപ്പറൊക്കെ അയക്കുമ്പോൾ പറയണം, ഒരേപോലെ ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുകയായിരുന്നു. അടുത്ത വർഷം നമുക്ക് ഒന്നിച്ചിറങ്ങാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പിന്നെ ആശ എൻ്റെ സ്റ്റുഡൻ്റാണ്, ഞാൻ പഠിപ്പിച്ചാണ്, എൻ്റെ വീടിൻ്റെ അടുത്തുമാണ്. പൊതുദർശനത്തിനുള്ള സൗകര്യമൊക്കെ എങ്ങനെയൊക്കെ എല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ പന്തലൊക്കെ ഇട്ടിട്ട് പിന്നെ മൊബൈൽ മോർച്ചറികൾ റെഡിയാക്കണം എന്ന് വിളിച്ച് പറഞ്ഞിരുന്നു തഹസീൽദാരൊക്കെ. അപ്പോൾ അതനുസരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. കുടിവെള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എൻട്രൻസും എക്സിറ്റും ഒക്കെ കുട്ടികളൊക്കെ വരുമോ? എങ്ങനെയാണ് കുട്ടികളെ ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മൾ കുട്ടികളെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അവർക്ക് ടെൻഷനും മാനസിക പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉള്ളതുകൊണ്ട് വരുന്നവർ വരട്ടെ എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മളവരെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് കാണിക്കുന്നില്ല എന്നാണ് തീരുമാനം. ഒരു സ്കൂളൊന്നാകെ ആരും ഇല്ലാത്തൊരു അനാഥത്വത്തിലേക്ക് പോവുകയാണ്. ചൂരൽമല സ്കൂള് മാത്രമേ പോയുള്ളൂ. ഇവിടെ സ്റ്റാഫ് ഒന്നായിട്ട് ഒരു ടീച്ചർ മാത്രം ഹജ്ജിന് പോണ കാരണം കൊണ്ട് ടീച്ചർ ടൂറിൽ ഉണ്ടായില്ല. ബാക്കി എല്ലാവരും ഒന്നിച്ച് പോയി.